ചലച്ചിത്ര താരം ശ്വേതാ മേനോനെതിരായ പരാതി തിരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുള്ള ഗൂഢനീക്കമെന്ന സംഘടനയിലെ ഒരു വിഭാഗം. ശ്വേതാ മേനോൻ അമ്മയുടെ തലപ്പത്തേക്ക് വരരുത് എന്ന നിലപാടുള്ളവരാണ് പരാതിക്ക് പിന്നിൽ. നേരിട്ട് പരാതി നൽകാൻ ധൈര്യമില്ലാത്തതിനാൽ പൊതുപ്രവർത്തകനെ ഉപയോഗിച്ച് കാര്യങ്ങൾ നടത്തുന്നുവെന്നും ഒരു വിഭാഗം. ശ്വേതയ്ക്കെതിരെ മനഃപൂർവ്വമായി കെട്ടിച്ചമച്ച പരാതിയെന്ന് ചൂണ്ടിക്കാട്ടി നിയമ നടപടികൾ സ്വീകരിക്കാൻ നീക്കമെന്നും സൂചനയുണ്ട്. വിവരങ്ങളുമായി YS അഭിനന്ദാണ് ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് ചേരുന്നത്. അഭിനന്ദ്, എന്താണ് ഈ വിഭാഗം പറയുന്നത്? എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് ചലച്ചിത്ര താരം ശ്വേതാ മേനോനെതിരെ കേസ് എടുത്തിരിക്കുന്നത്. കൊച്ചി സെൻട്രൽ പോലീസാണ് ഇത്തരത്തിലേക്ക് പാലാരിമാണിക്യം, രജനിർവേദം, കളിമണ്ണ് തുടങ്ങിയ സിനിമകളിലെ അശ്ലീല ചിത്രങ്ങൾ ഉപയോഗിച്ച് പണം സമ്പാദിച്ചുവെന്ന മാർട്ടിൻ മെനാച്ചേരി എന്ന പരാതിക്കാരന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസ് വെച്ചിരിക്കുന്നത്. ഇതിനകത്ത് പ്രധാനമായി ഇപ്പോൾ താരസംഘടന അമ്മ രംഗത്തിരിക്കുക. അമ്മയിലൊരു വിഭാഗമാണ് രംഗത്തെത്തിയിരിക്കുന്നത്. അമ്മയിൽ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. ഓഗസ്റ്റ് 15-നാണ് തിരഞ്ഞെടുപ്പ്. അതിനകത്ത് പ്രസിഡന്റ് സ്ഥാനാർത്ഥി മത്സരിക്കുന്ന ആളാണ് ശ്വേതാ മേനോൻ. അത്തരത്തിലേക്ക് ഇത്രയും നാളില്ലാത്തൊരു പരാതി കുത്തിപ്പൊക്കിക്കൊണ്ട് വരുന്നത് സംഘടനയിലെ ഒരു വിഭാഗം തന്നെയാണ്. അത്തരത്തിൽ ഉള്ള കൃത്യമായ തെളിവുകളും ലഭിച്ചു എന്നാണ് അമ്മ സംഘടന ഒരു വിഭാഗം രംഗത്തെത്തിയിരിക്കുന്നത്. ഇതിനകത്ത് പ്രധാനമായും മറ്റൊരു ടീമായി തന്നെ പ്രവർത്തിച്ചുകൊണ്ട് ശ്വേതാ മേനോൻ തലപ്പത്തേക്ക് വരാതിരിക്കുവാനുള്ള കാര്യങ്ങളൊക്കെ ഇതിനോടകം തന്നെ ചെയ്തിട്ടുണ്ട്. സമൂഹ മാധ്യമങ്ങളടക്കം ശ്വേതാ മേനോനെയും ഒപ്പം തന്നെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന കുക്കു പരമേശ്വരനെതിരെയും രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ച് അവരെ ഇല്ലാതാക്കുക എന്നുള്ള ശ്രമമാണ് ഇതിന് പിന്നിൽ. അങ്ങനെ ഉരുതിരിഞ്ഞു വന്ന ഒരു പരാതി എന്ന് മാത്രമാണ് സംഘടനയിലെ ഒരു വിഭാഗം ഇപ്പോൾ കരുതിയിരിക്കുന്നത്. എന്തായാലും ഇത് കെട്ടിച്ചമച്ചതാണെന്നും ഇവർക്ക് നേരിട്ട് വന്ന് പരാതി നൽകാൻ ബോധ്യപ്പെടാത്തത് കൊണ്ട് തന്നെ ഒരു പൊതുപ്രവർത്തകനെ സമീപിക്കുകയും ആ പൊതുപ്രവർത്തകൻ വഴിയാണ് ഇത് കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തിട്ടുള്ളത് എന്നുമാണ് സംഘടനയിലെ ഒരു വിഭാഗം വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ശ്വേതാ മേനോനെ കരുവാരത്തേക്കാനുള്ള ശ്രമമാണെന്ന് ബോധ്യപ്പെട്ടാൽ നിയമ നടപടികളായി മുന്നോട്ട് പോകുമെന്നും ഇവർ വ്യക്തമാക്കുന്നുണ്ട്. ഉന്മേഷ്. YS അഭിനന്ദാണ് വിവരങ്ങൾ നൽകിയത്.